സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ 3, 4, 2, 3 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. തപസ് ചെയ്യാനായിട്ട് ഗൃഹസ്ഥാശ്രമം രക്ഷിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണം. ആ തപസ്സിന് വേണ്ടി സമുദ്രതീരത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച പ്രചേതസ്സുകൾ എന്ന പ്രാചീന ബർഹിസിൻ്റെ മക്കൾ. പ്രാചീന ബർഹിസാവട്ടെ പൃഥുവിൻ്റെ പേരക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം, പൗത്രനാണ്. അവിടെ വലുതായിട്ടൊരു തടാകം അവർ കണ്ടു. ആ സരോവരം സന്തദൃശുർ മനോഹരം സരോവരം ദദൃശു. മനോഹരമായിട്ടുള്ള സരോവരത്തെ കണ്ടു. പരമേശ്വരൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു, ചോദിച്ചു. തപസ്സിന് വന്നവരാണ് എന്ന് അറിഞ്ഞ് ഭക്തതമസ്തവസ്തവം, നല്ലൊരു സ്തോത്രം, വിഷ്ണുവിനെ സംബന്ധിച്ചതായിട്ട് രുദ്രഗീതം, വളരെയേറെ ശ്ലോകങ്ങളുണ്ട്. അത് അക്ഷരലക്ഷം തികയാൻ വർഷക്കണക്കിന്, 1000 വർഷക്കണക്കിന് എടുക്കും. 1000 ഒന്നുമല്ല, കാരണം അത്രയധികം അക്ഷരങ്ങൾ, എത്ര അക്ഷരമുണ്ടോ അത്ര ലക്ഷമാണ് മന്ത്രസിദ്ധിക്ക് ജപിക്കേണ്ടത്. ആ രുദ്രഗീതം ജപിച്ച് അവർ അവിടെ കഴിയുമ്പോഴാണ് നാരദൻ ഈ പ്രാചീന ബർഹിസിന് പ്രചേതസ്സുകളിലെ അച്ഛന് തത്വോപദേശം ചെയ്തു കൊടുക്കുന്നതായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനം കഥ വരുന്നത്. ഇവിടെ 4ാമത്തെ ശ്ലോകം, തവഞ്ചബന്ധസ്തമീജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ പവസ്സുഖാസ്വാദര സാദമീഷിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ഈ സ്തവം അല്ലെങ്കിൽ സ്തോത്രം, രുദ്രഗീതം ജപിച്ചു എങ്കിലും പ്രത്യക്ഷമാവാൻ താമസം എടുത്തു. ബഭൂവ കാലോ, വളരെ കാലം പിടിച്ചു. ധ്രുവൻ്റെ കാര്യത്തിൽ എന്ന പോലെ വേഗം ഉണ്ടായില്ല. 5 മാസം കൊണ്ടാണ് ധ്രുവന് പ്രത്യക്ഷം. ഇവിടെ ധ്രുവവൻ ന ശീഘ്രത, ധ്രുവനെ പോലെ വേഗത ഉണ്ടായില്ല. സ്തവം ജബന്ധസ്തം, ആ സ്തവം ചെല്ലി ജലാന്തരെ, ജലത്തിനുള്ളിൽ കഴിഞ്ഞുകൂട്ടിയിരിക്കുന്ന അവർക്ക് വേഗം പ്രത്യക്ഷമായില്ല. വർഷക്കണക്കിന് ഈ അക്ഷരലക്ഷം ചെല്ലണമല്ലോ. ഭവന്തമാസേ വിശദായുധം, അങ്ങയെ സേവിക്കുന്ന അവർക്ക് താമസിച്ച് മാത്രമേ ഭഗവാൻ ദർശനം കൊടുത്തുള്ളൂ. പവസുഖാസ്വാദര സാദമീഷിയാൻ, അമീഷു ഇയാൻ കാല എന്നാണ്, സുഖിക്കുന്നതിലുള്ള താല്പര്യം നിമിത്തം. അമീഷു ഇയാൻ കാല, ഇവർക്ക് കാലം എടുത്തു. സുഖിക്കുന്ന ആ താല്പര്യം കൊണ്ട് ആനന്ദസ്വരൂപനായ അവിടുത്തെ ആസ്വദിച്ച് സുഖിക്കുന്നതിനുള്ള താല്പര്യം ഇവർക്ക് വളരെയേറെ ഉണ്ടെന്ന്. കുറച്ചേരം ആസ്വദിക്കട്ടെ, പ്രത്യക്ഷമായ ആ ഭജനവും ആനന്ദവും കഴിയൂലോ എന്ന് വിചാരിച്ച് ഭജിക്കുന്നതിൽ തൽപരരായി കാണുക കാരണം ഭഗവാൻ ഒന്നങ്ങനെ ഭജിക്കാൻ അവസരം കൊടുത്തു എന്നാണ് ഇവിടെ പറയണത്. ഇവിടെ ഇപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭഗവാൻ പലർക്കും പല രീതിയിലാണ്. നമ്മൾക്കൊക്കെ ഭഗവാനോട് പലതും ചിലപ്പോൾ പറയാനുണ്ടായി എന്ന് വരാം, ചിലത് ചോദിക്കേണ്ടായതും. അല്ലാതിച്ച സന്യാസികളല്ലല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എല്ലാവർക്കും ഒരേ സമയത്ത് ഒരു പ്രത്യേക വിധത്തിൽ ഭഗവാൻ പ്രത്യക്ഷാവൽ അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ഈ ശീഘ്രത കുറച്ച് കുറയും. ഞാൻ 108 നാമം ചെല്ലുമ്പോഴേക്കും എൻ്റെ കാര്യം നടത്തില്ലെങ്കിൽ ഇനി
അങ്ങേയിട്ടൊരിടപാടില്ല പറയണേക്കാൻ ചിലർ. നാളെ ഈ വീട്ടിൽ വിളക്ക് കൊളുത്തണമെങ്കിൽ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാവണം, ഭഗവാനോട് വെല്ലുവിളി, അല്ലെങ്കിൽ കൂടെ വിളക്ക് കൊളുത്തില്ല. പറയണ കേട്ടിട്ടുണ്ട് ഞാൻ, ചിലർക്ക് പറയണ കേട്ടതുകൊണ്ട് വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ എന്നിട്ട് എനിക്ക് സാധിച്ചു എന്നൊക്കെ വീരവാദം പറയുകയാണ്. നമ്മളൊക്കെ കാര്യം നടന്നു കേട്ടോ. അതിപ്പോൾ അവിടെ നടന്നു, എല്ലാ ദിക്കിലും നടന്നൊന്നുമില്ല. കാരണം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ആർക്ക് പോയി? ഭഗവാനൊന്നും പോയിട്ടില്ല, നമുക്ക് തന്നെ പോയി. അങ്ങനെയൊന്നും ഭഗവാനോട് പറയരുത്. എന്തത് വല്ല സമൻസോ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണം? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ എപ്പോൾ വേണം, എങ്ങനെ വേണം ഒക്കെ ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. ആ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്, ശീഘ്രത. നമ്മളല്ല സമയം നിശ്ചയിക്കാൻ. അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കണ പോലെ എത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുത്തോളണം എന്ന് പറയാനോ നമ്മളാരാണ് ഭഗവാനോട് കേൾപ്പിക്കാൻ? ഭഗവാൻ അതിന് ഓരോരുത്തർക്ക് ഓരോ പോലെയുള്ള സമയക്രമങ്ങൾ അനുഗ്രഹ രീതിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഡിക്റ്റോ മോഡലല്ല. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധ്രുവപന്ന ശീഘ്രത. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഫലം തരേണ്ടത് ഈശ്വരനാണ്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് ആ പാട്ടിൽ പറഞ്ഞത്. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയോ കർമ്മമോ എന്താ വെച്ചാൽ ചെയ്യൂ. ഉപാസന, ആരാധന. ഫലം വ്യത്യസ്തമായേക്കാം. എല്ലാവർക്കും ഇതിന് ഒരു വ്യക്തമായ സമയപരിധിയൊന്നും വെച്ചിട്ടില്ല. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രശ്നം പരിഹരിച്ചോളെന്ന് കോടതി ഉത്തരവിട്ടു എന്ന് പറയുന്ന പോലെ ഒരു നിയമമൊന്നും ഇവിടെ സാധ്യമല്ല, നടപ്പില്ല. അത് ക്ഷമിക്കേണ്ടി വരും, പാർത്തിരിക്കേണ്ടി വരും, കാക്കേണ്ടി വരും. അയാൾക്ക് വേഗം കണ്ടു വിചാരിച്ച് നമുക്ക് കണ്ടുകൊള്ളുന്നില്ല, നമുക്ക് കണ്ടത്ര വേഗത്തിലും വേറൊരാൾക്ക് കണ്ടുകൊള്ളുന്നില്ല. അപ്പം അതിനൊക്കെ എന്താണ് അടിസ്ഥാനം നമുക്കറിയില്ല. നമ്മൾ അജ്ഞാതരാണ്, ആ കാര്യത്തിൽ അജ്ഞരാണ്. അല്ലേ? ഒന്ന് തീർച്ചയാണ്, അല്ലെങ്കിൽ നാളെ നമ്മുടെ അർത്ഥനയ്ക്കും പ്രാർത്ഥനയ്ക്കും, അർത്ഥന എന്ന് പറഞ്ഞാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും പ്രാന്നും കൂടി നന്നാക്കി, ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ചോദിക്കുക, അതാണല്ലോ അർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഒന്ന് നന്നായിട്ട് ചോദിക്കുക, വിനയത്തോടു കൂടിയിട്ട്. അത് ഇന്ന സമയത്ത് എന്നൊന്നും ഒരു നിയമവും എഴുതി വെച്ചിട്ടില്ല എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാം. ധ്രുവപന്ന ശീഘ്രത. അടുത്ത ശ്ലോകം ഇവിടെ പറയുകയാണ്, സ്തവം ജപന്തസ്തമീ ജലാന്തരെ. രുദ്രഗീതം ജപിച്ച് ജലത്തിനുള്ളിൽ കഴിഞ്ഞതായ ഭവന്തമാസേ വിശദായുധം സമാ. അവർക്ക് സേവിക്കുന്നവർക്ക് ബബർസുഖാസ്വാദര സാധ്യമീഷാൻ. എന്താണ് പെട്ടെന്ന് സാധിക്കാതിരുന്നതിനൊരു യുക്തി മപ്പത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇവർ വലിയ ഭക്തന്മാരാണ്, അപ്പോൾ കുറച്ച് ഭജിച്ചോട്ടെ, അതിനൊരു അവസരം കൊടുത്തേക്കാം. ഫലം കൊടുത്താൽ അവർ നിർത്തും, അവിടെ നിർത്തിപ്പോവും. അപ്പം അത് വേണ്ടാന്ന് കരുതിയിട്ടാവാം സുഖമായിട്ട് ഇങ്ങനെ ഭജിക്കന് കണ്ടെന്നാൽ കുറച്ച് നേരമാണ് ഭജിക്കട്ടെ അല്ലേ എന്ന് ഭഗവാൻ ചിന്തിച്ച് കുറച്ച് കാലം സമയമൊന്നുമല്ല. ഭഗവാൻ അതിൽ നിർത്തി ഇടപെടാൻ ഭഗവാൻ ഇഷ്ടമായില്ല. ഇത്ര സുഖമായിട്ട് ഇങ്ങനെ ഭജിക്കുമ്പോൾ എന്താ വേണ്ടതെന്നാണ് ചോദിച്ചാൽ അവിടെ നിർത്തില്ലേ. അതുകൊണ്ടാവാം ഭവത് സുഖാസ്വാദരം, സുഖമായിട്ട് ആസ്വദിച്ച് ഭജിക്കുന്നത് കണ്ടിട്ട് താമസം സൃഷ്ടിച്ചു. ബഭൂവ കാലോ ധ്രുവപന്ന ശീഘ്രത. ഇനി അടുത്ത് തപോഭിരേഷാം അതിമാത്രവർദ്ധിഭി സ യജ്ഞഹിംസാ നിരതോപി പാവിത പിതാപിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ പവതാത്മതാം ഏയോ. ഇവരുടെ തപശക്തി കൊണ്ട്, ഏഷാം തപോഭി, ഇവരുടെ തപസ്സുകൊണ്ട്. അതെങ്ങനത്തെ തപസ്സാണ്? അതിമാത്രവർദ്ധിഭി, ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തപസ്സാണ്. ഓരോ ദിവസം കഴിയുന്നവരും തപസ്സിൻ്റെ തീവ്രത കൂടുക, കുറയുന്നില്ല. അതാണ് ഇവിടെ അതിമാത്രവർദ്ധിഭി എന്ന് പറഞ്ഞത്. വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ ഇവരുടെ തപസ്സു കൊണ്ട് ഈ കുലം മുഴുവനെ ശുദ്ധായി. ഒരാളൊരു സൽക്കർമ്മം ചെയ്താൽ
ആ കുലത്തിലൊക്കെ അത് ഒക്കെ ബാധകമാവും. പ്രത്യേകിച്ച് ഈ ഭക്തി വിഷയമൊക്കെ ആകുമ്പോൾ. കർമ്മത്തിനിപ്പോൾ അങ്ങനത്തെ ബലമൊന്നുമില്ല. കർമ്മം അത്ര നന്നായിട്ടല്ല ഭാഗവതത്തിൽ പറയണത്. ഭക്തി ജ്ഞാനമാണ് പറയണത്. കർമ്മം ചെയ്തില്ല അതിപ്പോൾ അത്ര വലിയൊരു കാര്യമില്ല. പക്ഷേ ഭക്തി ഉണ്ടാവുക, ജ്ഞാനം ഉണ്ടാവുക, അങ്ങനത്തെ ആ ഒരു സൽക്കർമ്മങ്ങൾക്ക് ആ കുലത്തിലുള്ള എത്രയോ ആളുകൾക്ക് അതിൻ്റെ ബലം കിട്ടത്രേ. ഒരു ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല കിട്ടുക, എത്രയോ തലമുറ മേപ്പെട്ടുള്ളവർക്ക്, എത്രയോ തലമുറ കഴിഞ്ഞു പോയവർക്ക്, വരാൻ പോണവർക്കൊക്കെ ഒരുപോലെ ബലം കിട്ടും. നാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം, ശ്രീമദ് ഭാഗവതം ഒക്കെ നമ്മൾ ഈ ചെയ്യണതിൻ്റെ ഫലം നമുക്ക് മാത്രമല്ല കിട്ടുക, നമുക്ക് കിട്ടും തീർച്ച. കൂടാതെ എത്രയോ അച്ഛൻ മുത്തച്ഛൻ എന്ന് പറഞ്ഞ് മരിച്ചു പോയിട്ടില്ലേ, അവർക്ക് കിട്ടത്രേ ഒരംശം. ചില്ലറ സംഗതിയൊന്നും അല്ലാതെ. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒരംശം ഇത് കിട്ടും എന്നാണ്. അപ്പം അതുപോലെ ഇവിടെ എന്താ പറയണത്, അതിമാത്ര വർദ്ധിബി തപോബി, വർദ്ധിച്ച് ആയിട്ടുള്ള ഈ തപസ് കൊണ്ട് ഈ പ്രചേതസ്സുകളുടെ മുൻഗാമികളായിട്ട് വന്ന ഒരാളാണ് വേനൻ, മഹാദുഷ്ടൻ. ബ്രഹ്മസ്വം ദേവസ്വം അപഹരിക്കലും അങ്ങനെയും ഇങ്ങനെയും, യജ്ഞം വേണ്ട, വേദം വേണ്ട, നല്ല കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. അവന് പോലും പുണ്യം കിട്ടിയത്രേ. പക്ഷേ എന്തൊരു അത്ഭുതാലോചനവും രുദ്രഗീതത്തിൻ്റെയൊക്കെ ഒരു മഹത്വേ. കണ്ടിട്ട് നാരായണനാമം ജപിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് മാത്രമല്ല. നാരായണാനമ, അച്യുതാനമ, അനന്താനമ, അമൃതാനമ, ഗോവിന്ദാനമ, ഗോപാലാനമ, ശ്രീകൃഷ്ണാനമ എന്ന് ചെല്ലണത് വെറുതെ ഇല്ല. വയസ്സായിട്ടുള്ളവരത് മറന്നത് കൂടി ഉണ്ടാവും. അതൊക്കെ കുട്ടികൾക്ക് ചെല്ലാനുള്ളതാ. മറക്കണവരടക്കണ്ടല്ലേ, തെറ്റാണ്ട് അതങ്ങനെ മറക്കേണ്ടതല്ല. നമ്മൾ ചെല്ലിയാൽ ആ വീട്ടിനൊരു വിളക്കാണ്. വിളക്ക് കൊളുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കെടും ഇല്ലേ. പക്ഷേ ഈ വിളക്ക് കെടില്ല. നാമമാകുന്ന അഗ്നി കെടാതെ അവിടെ ഉണ്ടാവും. അത് നമ്മളെ കാത്തു സൂക്ഷിക്കും, ഭാവി തലമുറയെ കാത്തു സൂക്ഷിക്കും, കഴിഞ്ഞു പോയ തലമുറയെ കാത്തു സൂക്ഷിക്കും. ഇവിടെ അതുണ്ടായി. വേനൻ അതിദുഷ്ടനാണ്. എന്താ അവൻ്റെ ദുഷ്ടത്തര? യജ്ഞഹിംസാനിരത. യജ്ഞത്തിനെ പോലും മോഹബുദ്ധി ഉണ്ട്. യാഗങ്ങളിൽ പശുഹിംസ ചെയ്യുന്നതിൽ അവൻ വളരെ തൽപരനാണ്. യാഗത്തിൽ പശുഹിംസ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാവും ചിലർക്ക്. ശരിക്കും ഒരച്ച യാഗത്തിൽ ജീവികളെ കൊല്ലണത് ശരിയല്ല, ആവശ്യമില്ല എന്നാണ് പിന്നീട് വ്യാസൻ തിരുത്തിയത്. ആടിനെ കൊല്ലുക, കുതിരയെ കൊല്ലുക അതല്ല പറഞ്ഞത്. ആടിൻ്റെയും കുതിരയുടെയും സ്വഭാവമുള്ള മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഇത് പ്രതീകാത്മകമായിട്ട് പറഞ്ഞു വെച്ചത്. അല്ലാണ്ട് ജീവികളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. കാരണം മേ 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 എന്ന് പറയുന്ന നമ്മുടെ മനസ്സ് എൻ്റെ 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 മേ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ എൻ്റെ എനിക്ക് എന്നാണ്. ആ ആടിനെ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, പാവം ആടിനെ കൊല്ലാനല്ല. നമ്മുടെ ഉള്ളൊരു ആടുണ്ട് എന്നാണ് മേ മേ മേ. കുതിരയുണ്ട്, അതെന്താ ചാടുക. മനസ്സോ ചാട്ടത്തിന് വല്ല കുറവുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഒക്കെ എത്താൻ മനസ്സിനൊരു വിഷമമില്ല. അങ്ങനത്തെ കുതിരയെ പോലെ ചാടുന്ന ശക്തമായിട്ടുള്ള മനസ്സിനെ കെട്ടാൻ പറഞ്ഞത് എന്താക്കി മാറ്റി? പാവം കുതിരയെ കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും അതുകൊണ്ടില്ലേ. അപ്പോൾ ഈ മാതിരി യജ്ഞഹിംസ ചെയ്തിട്ടുള്ള വേനൻ പാപമാണ് സത്യത്തിൽ കൂട്ടിയത്. വേനൻ മാത്രമല്ല, എല്ലാ വേനന്മാരുടെയും കഥ അതാ. യാഗം ചെയ്തോളൂ, കുഴപ്പമില്ല, പക്ഷേ ജീവികളെ കൊന്നിട്ടുള്ള കച്ചവടം ആ ഏർപ്പാട് വേണ്ട. ആര് അത് ചെയ്താലും തെറ്റ്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വേദതുല്യമായി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഭരതൻ്റെ കഥ, വെട്ടി ബലി കൊടുത്ത കഥ പറഞ്ഞില്ലേ? വരാൻ പോണേ ഉള്ളൂ കേട്ടോ, ഇവിടെ വരാൻ പോണേ ഉള്ളൂ. വേട്ടാൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി വന്നിട്ട് ആ പുരോഹിതനെയാണ് കൊന്നത്. ഭക്തനെ നീ കൊല്ലുകയാണല്ലേ അതീയ പ്രസംഗി എന്നും പറഞ്ഞിട്ട്. ഏകാശത്തിൽ പറഞ്ഞിരിക്കണു, മദ്യം മാംസം മുതലായിട്ടത് കഴിച്ചുകൊണ്ട് അറിവില്ലാണ്ട് തെറ്റായിട്ട് എന്നെ പൂജിക്കണു. ശരിയല്ല. അപ്പോൾ ഏനൻ സൽക്കർമ്മങ്ങൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിലും ജീവികളെ കൊല്ലാൻ വലിയ ഇഷ്ടമാണ്. നമ്മൾ പലരും ഈ വേനന്മാരായി മാറുകയാണെന്ന് സൂചനയുണ്ട് പരോക്ഷമായിട്ട്. ആവരുത്, ജീവികളെ കൊല്ലാതെ എന്താ വെച്ചാൽ പൂജിച്ചോളൂ. സുരാമാംസം മുതലായിട്ടത് കൊണ്ട് എന്നെ പൂജിക്കുന്നവർക്ക് സർവ്വഗുണം ഉണ്ടാവുമെന്ന് ദേവി പറഞ്ഞിട്ടുണ്ട് ദേവി മഹാത്മ്യത്തിൽ. വാക്ക് നോക്കിയാൽ ശരിയാ, പക്ഷെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കൂടി നോക്കണം.
അതല്ല അതിൻ്റെ അർത്ഥം എന്നാണ് വ്യാഖ്യാതാക്കൾ ശരിക്കും പറയുമ്പോൾ പറയണത്. സുര മാംസം എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ അല്ലാതെ വ്യാഖ്യാനിക്കാൻ പറ്റും. സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരെന്ന് അർത്ഥമുണ്ട്. മാംസം എന്നുള്ളതിന് എനിക്ക് തോന്നണില്ല, വേറെ അർത്ഥം ഇപ്പോൾ ഓർമ്മ തോന്നണില്ല, ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. മാംസം അവിടെ ഇല്ല, മദ്യം അവിടെ ഇല്ല. നോക്കിക്കോളൂ, ഓർപ്പിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓർക്കേണ്ട കാര്യമാണ്. അവിടെ മദ്യവും മാംസം വെച്ച് ദേവിയെ പൂജിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. വേറെ അർത്ഥമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് യജ്ഞഹിംസാനിരതനായിരിക്കുന്ന, യജ്ഞത്തിൽ ജീവികളെ കൊന്നിട്ടുള്ളതായ വേനൻ അത്രയധികം പാപം കൂട്ടി. എല്ലാവരും കൂട്ടും, വേനൻ മാത്രമല്ല. ദേവി ഇതിട്ട് ജീവികളെ കൊന്നിട്ട് ഈശ്വരനെ പൂജിക്കേണ്ട, ചോര ഒഴുക്കിയിട്ട് കോഴിയെ കൊന്നിട്ടും പൂജിക്കരുത് എന്ന് ഭാഗവതം വ്യക്തമായിട്ട് പറയണു. പരം കുമ്പളങ്ങ മുറിച്ചിട്ട് ഗുരുതി ഒഴുക്കിയിട്ട് ഇപ്പോൾ പല ദിക്കിലും ചെയ്യുന്നുണ്ട്. ചോരയുടെ സ്ഥാനത്ത് ഗുരുതി, മാംസത്തിൻ്റെ സ്ഥാനത്ത് കുമ്പളങ്ങ മുറിക്കുക അബദ്ധമില്ല. പക്ഷേ ആ വേനൻ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ കൂടി ഈ പ്രചേതസ്സുകളുടെ തപസ് കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഒരു വേനൻ്റെ മാത്രമല്ല കേട്ടോ, അനവധി കർമ്മങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോകാനുള്ള ശക്തിയുണ്ട് അത്രയും മന്ത്രങ്ങൾക്ക്, നാമങ്ങൾക്ക്. ഈ പ്രചേതസ്സുകളുടെ തപസ് കൊണ്ട് യജ്ഞഹിംസാനിരതോപി സ തേഷാം പിതാ അഭിപാവിത. പിതാവായ പ്രാചീന ബർഹിസ് വേനൻ ഇവരെല്ലാം ശുദ്ധരായി ഈ പ്രചേതസ്സുകളുടെ രുദ്രഗീതം ചൊല്ലൽ ജപിക്കൽ കാരണം. അപ്പം എന്തുണ്ടായി? ഇത്രയും വർഷങ്ങൾ തപസ് ചെയ്യുമ്പോൾ കുറേ വർഷങ്ങളെടുക്കണം. ഗൃഹയാത നാരദ പ്രദർശിതാത്മാ വേദാത്മതാം നെയ്യോ. ഗൃഹത്തിൽ വന്നു ചേർന്നതായിരിക്കുന്ന നാരദൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രാചീന ബർഹിസിന്. രാജാവേ, വെറുത്ത ഈ ജീവികളെ കൊല്ലരുത് കൊല്ലരുത് എന്ന് ഞാൻ അന്നേ പറഞ്ഞു. നാരദൻ അന്നേ അതിനെതിരാണ്. എഴുപ എന്തുണ്ടായി? മൊത്തം മനസ്സമാധാനം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നഷ്ടപ്പെടാതിരിക്കുക? ഞാൻ പറഞ്ഞില്ലേ ജീവികളെ കൊന്നിട്ട് യജ്ഞം നടത്തണ്ട, അന്നത് കേട്ടില്ല അങ്ങ്. അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക്, ആ ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. സത്സംഗം കൊണ്ട് മാത്രമേ ഇതിന് ഒരവസാനം ഉണ്ടാവുള്ളൂ എന്നർത്ഥം വരുന്ന ഒരു വലിയ കഥ, പുരഞ്ജനോപാഖ്യാനം. 4 അധ്യായം 6 അധ്യായത്തിലാണ് പറഞ്ഞു പോകണം. 24 തുടങ്ങിയ കഥ കൊണ്ടായിട്ട് 29 അവസാനിക്കുക. 29ാമത്തെ വലിയ അധ്യായം 3 അധ്യായത്തോളം വരും, 90ഓളം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ വലിയൊരു കഥ ആണ് പുരഞ്ജനോപാഖ്യാനം. ഭാഗവതത്തിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കഥ. ഇവിടെ അതൊന്നും പറഞ്ഞതേ ഇല്ല, നാരദനാൽ പറയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചു പോയിരിക്കുക. കാരണം അത് പറയാൻ തുടങ്ങിയാൽ അത്ര വേഗം കഴിയില്ല. അതുകൊണ്ടാവാം സംഗ്രഹത്തിൻ്റെ ആ പദ്ധതിയിൽ കൊള്ളിക്കാൻ പറ്റാത്ത വിട്ട് കളഞ്ഞിരിക്കുക. ചിലപ്പോൾ അത്രേ പറ്റുള്ളൂ. കാരണം ചിലത് ചുരുക്കാൻ പറ്റില്ല, വിടാൻ പറ്റും, ചുരുക്കിയ അത് തീർക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ഭരതൻ്റെ കഥയും പറഞ്ഞിട്ടില്ല. ഭരതൻ്റെ കഥ പറഞ്ഞാലും ഒതുങ്ങില്ല എന്ന് തോന്നിയിട്ടാവാം പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ചിലതൊക്കെ വലിയ ചില ഭാഗങ്ങൾ ഇതിൽ വിട്ടിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാത്തതുകൊണ്ടാവാം, പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവഗണിച്ചതല്ല. പ്രാചീന ബർഹിസിൻ്റെ ഗൃഹത്തിൽ വന്നു ചേർന്നതായ നാരദനാൽ ആ പിതാവ് ശുദ്ധമായി. പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യേയോ. ഭഗവത് സ്വരൂപത്തെ അവർ പ്രാപിച്ചു, ജ്ഞാനം അവർ നേടി. വലിയൊരു കഥയാണത്. അത് അതിൽ പറയുന്നുണ്ട്. വിമുക്ത സംഘോനുഭജൻ ഭക്തിയാത സാമ്യത മകാൻ. എല്ലാ സംഘവും ഉപേക്ഷിച്ച് ഭഗവാനിൽ ചേർന്നു. ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇനി പറയാൻ പോണത്. തപസ്സിൻ്റെ ബലം കിട്ടണ്ടേ? കിട്ടി, താമസിച്ചു എന്നേ ഉള്ളൂ, ബലം കിട്ടാതെയില്ല. ആ പ്രത്യക്ഷപ്പെടലാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ നാരദൻ തത്വോപദേശം ചെയ്തു എന്നും പറഞ്ഞിട്ടാണ്. തപോപിരേഷാം അതിമാത്രവർദ്ധിഭി സയജ്ഞഹിംസാ നിരതോപി പാപിതാം. യജ്ഞഹിംസാനിരതനായ ദുഷ്ടൻ പോലും ശുദ്ധീകരിക്കപ്പെട്ടു. അച്ഛനോ പ്രാചീന ബർഹിസ് പിതാപിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ. വീട്ടിൽ വന്ന നാരദനാൽ കാണിക്ക കൊടുത്ത മാർഗത്തിൽ കൂടെ മുക്തി പ്രാപിച്ചു. ഭവതാത്മതാം ഏയോ.
പരമാത്മപ്രാപ്തി ആ അച്ഛനായ പ്രാചീന വികസനുണ്ടായി. പച്ചയിടത്തുകാരന് എത്ര കൂട്ടർക്കാണ് മുക്തി കിട്ടിയത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.